ശശി തരൂർ ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതി. ധൻഖറിന് ശേഷം ആര് എന്ന അഭ്യൂഹങ്ങളിൽ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന ഒരു അഭ്യൂഹം എന്ന് പറയുന്നത് ഇതാണ് പ്രശാന്ത് സാർ. എത്രത്തോളം ഈ വാർത്തയിൽ യാഥാർത്ഥ്യമുണ്ട്? ശശി തരൂർ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആകുമോ? അത് ഈ ചാനലുകളൊക്കെ അത്തരത്തിൽ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. അതിന് പെട്ടെന്ന് ഒരു ഉപരാഷ്ട്രപതിയുടെ രാജി ശശി തരൂരിനെ ആ സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണോ എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുന്നു. പക്ഷെ എനിക്കറിയാവുന്ന, ഞാൻ മനസ്സിലാക്കുന്ന, ഞാൻ ഈ പൊളിറ്റിക്സിനകത്ത്, ലോക പൊളിറ്റിക്സിനകത്ത് വലിയ വൈദഗ്ധ്യമുള്ളവനും വിദഗ്ധനും ഒന്നുമല്ല. ഞാൻ പഠിക്കുന്ന പൊളിറ്റിക്സിനകത്ത് എനിക്ക് മനസ്സിലാവുന്നത് ശശി തരൂരിനെ ഇപ്പോൾ ഉപരാഷ്ട്രപതി ആക്കത്തില്ല. അതിനകത്ത് ശശി തരൂരിനെ ഉപരാഷ്ട്രപതി ആക്കാൻ പ്രാപ്തമായിട്ടുള്ള ആളല്ലാഞ്ഞിട്ടല്ല. ശശി തരൂർ ഉപരാഷ്ട്രപതി ആയാൽ കോൺഗ്രസിൽ നിന്ന് പുറത്തു വരേണ്ട, എം.പി സ്ഥാനം രാജിവെക്കേണ്ട, അത്തരത്തിൽ അല്ലെങ്കിൽ രീതിയിൽ കൂറുമാറ്റ നിരോധന നിയമവും മറ്റു കാര്യങ്ങളും ഒന്നും ഉണ്ടാകുന്ന അവസ്ഥയില്ല. പക്ഷേ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ശശി തരൂരിനെ ഉപരാഷ്ട്രപതി ആക്കിക്കൊണ്ടുള്ള ഒരു പൊളിറ്റിക്സിനകത്ത് ബി.ജെ.പിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാകുന്ന ഒരു പൊളിറ്റിക്സ് ഇല്ല. അത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഉതകുന്നതും, ഇപ്പൊ ബി.ജെ.പി ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഉതകുന്നതിന്റെ കൂടെ രാജ്യത്തിന് ഉതകുന്നതുമായിട്ടുള്ള ഒരു തീരുമാനം കൂടി എടുക്കാറുണ്ട്. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ശശി തരൂരിന്റെ നിലപാട്, ഒരുപക്ഷെ ശശി തരൂരിനെ ഉപരാഷ്ട്രപതിയാക്കിയാൽ ബി.ജെ.പിക്ക് ഇപ്പൊ എടുക്കുന്ന നിലപാടും ഇപ്പൊ എടുത്ത് ശശി തരൂർ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയവും കൊണ്ട് കിട്ടുന്ന ഗുണം ഉപരാഷ്ട്രപതി പോസ്റ്റിലേക്ക് വന്നാൽ ബി.ജെ.പിക്ക് കിട്ടത്തില്ല. കാരണം ഉപരാഷ്ട്രപതി ആയാൽ അദ്ദേഹം അത്തരത്തിലൊരു പോസ്റ്റിലാകുന്നു. അത് ബി.ജെ.പിയുടെ കൂടുതൽ താല്പര്യത്തോടു കൂടിയാകുന്നു. അപ്പൊ അതിനുശേഷം പറയുന്ന വർത്തമാനങ്ങൾ, ബി.ജെ.പിക്ക് അനുകൂലമായിട്ട് പറയുന്ന വർത്തമാനങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷയൊന്നും കോൺഗ്രസിനകത്ത് നിന്ന് ഉപയോഗിക്കുമ്പോൾ ബി.ജെ.പിക്ക് പ്രയോജനം ചെയ്യുന്ന അത്രയും രീതിയിൽ പ്രയോജനം ചെയ്യത്തില്ല. ഇപ്പോഴത്തെ ഒരു ബി.ജെ.പി നേതാവ് പറയുന്ന പോലെ ഉള്ളൂ. ഇപ്പൊ ഒരു ബി.ജെ.പി നേതാവ്, നീ ഇത് ഒരു ബി.ജെ.പിയുടെ നേതാവാ, അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗമോ അല്ല, ജില്ലാ പ്രസിഡന്റാ, നീ ഇത് എന്തോ പറയുന്നത്, ഇപ്പൊ കോൺഗ്രസ് കൊള്ളാമെന്ന് പറയും. കോൺഗ്രസ് കൊള്ളാം നീ ഇത് പറയത്തില്ല, ബി.ജെ.പി കൊള്ളാം, എത്ര കൊള്ളത്തില്ലെങ്കിലും ബി.ജെ.പി കൊള്ളാമെന്ന് പറയും. ഇപ്പൊ സി.പി.എം കാര്യമാണെങ്കിൽ എത്ര കൊള്ളത്തില്ലെങ്കിലും എന്ത് തെറ്റ് കാണിച്ചാലും സി.പി.എം കൊള്ളാമെന്ന് പറയാം. പക്ഷേ അത് സി.പി.എമ്മിനകത്ത് നിൽക്കുന്ന ഒരു ജില്ലാ ഭാരവാഹിയോ അല്ലെങ്കിൽ സി.പി.എമ്മിന്റെ ഉത്തരവാദിത്തം നിൽക്കുന്ന ഒരാളോ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ കൊള്ളത്തില്ല കേട്ടോ, ആ ബി.ജെ.പി നടത്തുന്ന കാര്യങ്ങൾ കണ്ടുപിടി എന്ന് പറയുമ്പോൾ ആ ബി.ജെ.പിക്ക് ഉണ്ടാകുന്ന ഒരു നേട്ടം ബി.ജെ.പിക്ക് അകത്ത് നിന്ന് ഒരു ഭാരവാഹി പറയുന്നതിന്റെ ഇരട്ടി എഫക്റ്റ് ആണ്. അതായത് ഇപ്പൊ അതാണ് ശശി തരൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനകത്ത് നിൽക്കുന്നു, അടിച്ചാലും പുള്ളി പോത്തില്ല. കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് ഇതല്ല കോൺഗ്രസ്, ഇതായിരുന്നില്ല കോൺഗ്രസ്, ഇങ്ങനെ ആവരുത് കോൺഗ്രസ്, ഈ കോൺഗ്രസ് രാജ്യവിരുദ്ധമാണ്, ഈ കോൺഗ്രസ് അല്ല കോൺഗ്രസ്, ഇന്ന് ഞാനാണ് കോൺഗ്രസ്, ഞാൻ പറയുന്നതാണ് കോൺഗ്രസ്, ഇന്നെല്ലാം രീതിയിൽ കോൺഗ്രസിനെ പറ്റി നാട്ടുകാരുടെയും വളരെ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ കുഴപ്പങ്ങൾ, ഒരുപക്ഷെ പ്രതിപക്ഷം പാർട്ടിയുടെ കുഴപ്പങ്ങൾ, ഈ പറയുന്ന അതിനകത്ത് പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ കോൺഗ്രസ്, അതിനകത്ത് ബി.ജെ.പി ഉദ്ദേശിക്കുന്നത് പോലെ അല്ലെ ബി.ജെ.പി ആരോപിക്കുന്ന കുഴപ്പങ്ങളെക്കാട്ടിൽ വലിയ വലിപ്പത്തിൽ അതിനകത്ത് ഇപ്പോഴുള്ള നേതാക്കന്മാർക്കെതിരെയും പുറകോട്ടുള്ള കോൺഗ്രസിന്റെ പ്രവർത്തനത്തിനെതിരെയും കോൺഗ്രസിന്റെ രാജ്യവിരുദ്ധതയ്ക്കെതിരെയും അക്കമിട്ട് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ, അതായത് എന്നെ പോലുള്ള ഒരാളാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ വക്താവ് എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കുന്നു. അല്ലെങ്കിൽ അത് ഇപ്പം ജനങ്ങൾ പറയുന്നത് എന്താ, തരൂരിന് സ്ഥാനം വേണേ ബി.ജെ.പിക്ക് അകത്തോട്ട് ചേർന്നാ പോരെ, എന്ത് വേണേലും കിട്ടത്തില്ലേ, അതിനുള്ള കാര്യം ബി.ജെ.പി ചെയ്യുമല്ലോ, ക്യാബിനറ്റ് റാങ്ക് മന്ത്രിസ്ഥാനം കൊടുക്കത്തില്ലേ, ഇപ്പൊ പറഞ്ഞ യുവരാഷ്ട്രപതിയുടെ ഒഴിവ് വന്നപ്പോ കൊടുക്കത്തില്ലേ, അപ്പൊ ആരും ഇപ്പൊ തരൂർ അതല്ല, തരൂരിന് സ്ഥാനമാനമൊന്നും അല്ല വേണ്ടത്. തരൂര് കൃത്യം ഒരു പൊളിറ്റിക്സ് ആണ്. അദ്ദേഹം രാജ്യത്തിന്റെ വിഷയം വന്നപ്പോൾ രാജ്യത്തിന്റെ കൂടെ വന്നു, കോൺഗ്രസിന്റെ കുഴപ്പങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കോൺഗ്രസ് നന്നാവണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്, ഇതേ രീതിയിലാണ് സാധാരണക്കാരന്റെ വർത്തമാനം. അപ്പൊ ആ വർത്തമാനം പറയിക്കാൻ ശശി തരൂരിനെ ഇപ്പോൾ ഉപരാഷ്ട്രപതിയാക്കി സ്ഥാപിച്ചാൽ വീണ്ടും ഇതേ രീതിയിലേക്കുള്ള വർത്തമാനം ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് ശശി തരൂർ പറഞ്ഞാൽ വേണ്ട വിധത്തിൽ ഇപ്പൊ ഉണ്ടാവുന്ന ഗുണം ബി.ജെ.പിക്ക് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ബി.ജെ.പി അതിന് തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. വേറെ ആരെങ്കിലും ബി.ജെ.പിക്ക് അകത്ത് മറ്റേ ആരെങ്കിലും പരിഗണിക്കുന്ന ഒരു അവസ്ഥയാണ്. 2029 വരട്ടെ. 2029 വരുമ്പോൾ ബി.ജെ.പി ആലോചിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ 2029 ലോക്സഭാ ഇലക്ഷന് എത്ര സീറ്റ് കിട്ടും എന്നുള്ളതിനെ പറ്റി ഉള്ള ഒരു കാര്യമുണ്ടല്ലോ, കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറയാനോ കേരളത്തിൽ. ശശി തന്നെ തിരുവനന്തപുരത്ത് ബി.ജെ.പി സ്ഥാനാർത്ഥിയാക്കും. ആ സമയത്ത് ഇയാൾക്ക് എം.പി സ്ഥാനം തീർന്നിട്ട് പൂർണ്ണ ഉടക്കായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നാൽ ഞങ്ങളുടെ കൂടെ മത്സരിച്ചു ബി.ജെ.പി സ്ഥാനാർത്ഥിയായിട്ട് ശശി തരൂർ നിന്നാൽ മതി, ഉറപ്പ് 100% ജയിക്കും. അയാൾക്കത്തെ വ്യക്തമായ സ്വാധീനം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇമേജ് ഉണ്ടല്ലോ. മാത്രമല്ല ബി.ജെ.പി സ്ഥാനാർത്ഥിയായിട്ട് നിന്നാൽ ജയിക്കും. അദ്ദേഹത്തിന്റെ സ്വന്തം വോട്ടും ബി.ജെ.പിക്കകത്തും, ബി.ജെ.പിക്ക് ശശി തരൂർ മാറിയാൽ ജയിക്കാൻ പറ്റുന്ന സീറ്റ് അത്.
അപ്പൊ ഈ കേരളത്തിലുടനീളം ലോക്സഭ ഇത് വരുമ്പോൾ വീണ്ടും വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ പ്രവർത്തിച്ച് അല്ലെങ്കിൽ നല്ലൊരു കേന്ദ്രമന്ത്രിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തൃശ്ശൂർ വീണ്ടും സുരേഷ് ഗോപി ജയിക്കും. ഇപ്പൊ 2 എംപിമാരല്ലേ, ജോർജ് കുര്യനെ ഏതെങ്കിലും ന്യൂനപക്ഷങ്ങൾ കൂടുതൽ സ്വാധീനമുള്ളിടത്തോട് നിർത്തി മത്സരിപ്പിച്ച്, അപ്പൊ അവർക്ക് ഇവിടുന്ന് എണ്ണത്തിൽ കൂടുതൽ എംപിമാരുണ്ടാക്കി BJPയുടെ ഭാഗമാക്കി കേരളത്തിനെ കൊണ്ടുവരുന്നതിനും കേന്ദ്രത്തിലുടനീളം ലോകം അറിയപ്പെടുന്ന ഒരു നേതാവ് കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് ആ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ലോകത്തെ ഏറ്റവും മോശമായിട്ടുള്ള പാർട്ടിയാണ്, ഇന്ത്യ വിരുദ്ധ പാർട്ടിയാണ്, അല്ലെങ്കിൽ ടെററിസ്റ്റുകളുടെ ഭാഗമായിട്ട് പാകിസ്ഥാന്റെ ഭാഗമായിട്ട് നിന്ന് സംസാരിക്കുന്ന പാർട്ടി ആണെന്ന് പറയിക്കുന്നതിനും ഒക്കെ വേണ്ടി ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയെ അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ യാതൊരു കാരണവശാലും ഇപ്പം ഉപരാഷ്ട്രപതി ആകിപ്പോകുന്ന ഒരു അവസ്ഥയില്ല. ശശി തരൂരിനെ പുറത്താക്കാനുള്ള ത്രാണി കോൺഗ്രസിനും ഇല്ല. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ കാര്യം പറഞ്ഞു, ഞങ്ങൾ ഒരു പരിപാടിയിലും ഇല്ല, അയാൾക്ക് പിന്നെ എന്തും പറയാമല്ലോ. ഈ ഗവർണർ പറഞ്ഞു, ഞങ്ങൾ ഒരു പരിപാടിയിലും ഇനി തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നില്ല, ഞങ്ങൾ ഒരു പരിപാടിയിലും തിരുവനന്തപുരത്ത് ഞങ്ങൾ കൊടുക്കാവുന്നതെല്ലാം ഞങ്ങൾ കൊടുത്തു കേട്ടോ. കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ ഇപ്പൊ പുള്ളി അങ്ങ് അപ്പുറത്ത് പോയി നിൽക്കുക. പുള്ളിയുടെ പാട്ടിട്ട് ഇയാൾ എന്തോ കോത്തുന്ന അയാൾക്ക് ഇതിനു മുമ്പ് UN സെക്രട്ടറി ആയിട്ട് മത്സരിച്ചാണ് ഇയാൾ കൊടുത്ത ഒരു MP സ്ഥാനം. ഒരു വിവരമുണ്ടോ? കർണാന്റെ മോനായിട്ട് ഇതാ പറഞ്ഞ നല്ല കുലത്തിൽ ഈ വർത്തമാനം പറയുന്നത് ഞങ്ങളിനി പങ്കെടുപ്പിച്ചത്. പിന്നെ ഇവിടുന്ന് അവിടെ പോയി കുറിമാറ്റി നിൽക്കുന്ന ഒരുത്തുണ്ട്, രാജ്മോഹൻ ഉണ്ണിത്ത. ഇവിടെ വെച്ച് കൊട്ടാരക്കര അമ്പലത്തിൽ നിന്ന് ഇറങ്ങത്തില്ലായിരുന്നു. രാവിലെ ഇയാൾ എന്നിട്ട് നമ്മുടെ ഗണപതി ഹോമത്തിന്റെ ഒരു ഉരുളിയുണ്ട്, അതിനകത്ത് തലയിട്ട് അങ്ങ് ഉരുട്ടുമായിരുന്നു. ഇവിടെ മൊത്തം കറുത്ത പൊട്ടായിരുന്നു. ഇപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പൊട്ടുമില്ല, ഒന്നുമില്ല, കുറിയില്ല, ഒന്നുമില്ല, മുണ്ടിന് പോലും കരയില്ല. മനസ്സിലായില്ല? ഇതൊരു ജീവനൊക്കെയായ രാഷ്ട്രീയ പ്രവർത്തനം. കോൺഗ്രസിനകത്ത് പണ്ട് രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗുകളുടെ ഇടയ്ക്ക് നിന്ന് മുസ്ലിങ്ങൾ കാണിക്കുന്ന തോന്നിവാസം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള, ഇപ്പം ജയിച്ച നമുക്കറിയാം, നിലമ്പൂരിലും ജയിച്ചിട്ട് ആര്യാട മുഹമ്മദും, അല്ലെങ്കിൽ ഈ പറയുന്ന പാലോളി മുഹമ്മദ് കുട്ടിയും, അല്ലെങ്കിൽ അത്തരത്തിൽ എവിടെ നിന്നാലും മതേതര ജനാധിപത്യം അല്ലെങ്കിൽ ഒരു ജാതിയും ഒന്നും നോക്കാതെ വോട്ട് നിന്ന് ജയിപ്പിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരും അല്ലെങ്കിൽ മറ്റു പല പാർട്ടി നേതാക്കന്മാരും. ഇയാളൊക്കെ എന്ന് പറഞ്ഞാല് അന്നേരം ഈ ശുന്നത്ത് വേണേ നിർത്തിക്കഴിയും രാജ്മോഹൻ താനൊക്കെ വോട്ട് കിട്ടാൻ വേണ്ടി, അതും പരസ്യമായിട്ട് ചെയ്ത് കളയും. അതുകൊണ്ട് വളരെ അപകടകരമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇവർക്കൊക്കെ ശശി തരൂരിനെ, അയാളും പറഞ്ഞിട്ടുണ്ട് ശശി തരൂരിനെ ഈ പറഞ്ഞതുപോലെ കുഴപ്പമാന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്ത് ശരിയായില്ലല്ലോ. ഇയാളെ കൂട്ട് ഇവിടുന്ന് ഓടി, കൊല്ലംകാരനാ, ഇവിടുന്ന് ഓടി അങ്ങ് പോയേക്കോ അങ്ങേറ്റ. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഉള്ള എന്ത് പറയുന്നത് കുറിയും മായിച്ച് ഈ പർദ്ദയും എടുത്തിട്ട് കുമ്പസാരിച്ച് നിന്നുകൊണ്ട് മാത്രം ജയിക്കുന്നു. എന്തെങ്കിലും മറിച്ച് പറഞ്ഞ പുള്ളി അവിടെ നിന്ന് പറഞ്ഞത് നെതന്യാഹുവിനെ ഞാൻ കാച്ചിക്കളയുന്നു പറയുന്നതിനെന്തു, അവിടെയുള്ള പൊട്ടന്മാർ പറയാ പുള്ളിയുടെ ഇപ്പം കാച്ചേക്കും. കാരണം ഗാസ വിഷയത്തിനകത്ത് അവിടുത്തെ ഈ മത ഭീകരവാദികളുടെ വോട്ട് കിട്ടാൻ വേണ്ടി പുള്ളി പറഞ്ഞാൽ നെതന്യാഹുവിനെ ഞാൻ കാച്ചുന്നു. അതിന്റെ കൂടെ പറഞ്ഞ ആളെ മുരളീധരൻ അവിടെ മുസ്ലിങ്ങളുടെ എന്നിട്ട് അടുത്ത ആഴ്ച ഞാൻ പോകുന്നുണ്ട്, അന്നേരം എന്റെ തോക്കിരിപ്പുണ്ട്, ഇവനെ കാച്ചിവെച്ചേ വരത്തുള്ളൂ അന്ന് ഈ ഒരു പ്രാവശ്യം മുരളീധരൻ അവിടെ വടകരെ പറഞ്ഞു. അപ്പൊ ഇതേ രീതിയിലൊക്കെ ഉള്ള വോട്ട് പിടിക്കുന്നതിനും ഈ രീതിയിൽ വർത്തമാനം പറയുന്നതിനും ഒക്കെ ഉള്ള പാർട്ടിയാ പറഞ്ഞത്, ഇയാൾ അവിടെ പോയിട്ട് കോൺഗ്രസിന്റെ ഒരു മീറ്റിംഗ് വിളിക്കും, എന്നിട്ട് ഈ പറഞ്ഞ ശശി തരൂരിനെ കേട്ട ശശി തരൂർ ഇപ്പുറത്തെ ഒരു മീറ്റിംഗ് ചുമ്മാതെ വിളിക്കട്ടെ, ആളുടെ കൂടെ ആളെ നമുക്ക് നോക്കാം. മനസ്സിലാവുന്നില്ല? അപ്പൊ ശശി തരൂർ, ഞാനിപ്പം എനിക്ക് അയാളുടെ കാര്യത്തിനകത്ത് അഭിപ്രായ വ്യത്യാസം, അദ്ദേഹത്തിന്റെ കാര്യത്തിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഇന്ത്യയുടെ കാര്യത്തിനകത്ത് പുള്ളി എടുത്ത നിലപാട്, നാളെ കാലത്തെ പുള്ളി BJPക്കകത്ത് വരേണ്ട കാര്യമൊന്നുമില്ല, BJPക്ക് അകത്ത് വരുന്നോ വരാത്തില്ലയോ, കോൺഗ്രസിനകത്ത് നിർത്തുവോ പുറത്താക്കോ, അതൊക്കെ അവരുടെ കാര്യങ്ങൾ. പക്ഷെ ഇന്ത്യയുടെ കാര്യത്തിനകത്ത് ഈ പറയുന്നത് പോലെ അദ്ദേഹം എടുത്ത നിലപാട് ഒരു രാജ്യ സ്നേഹി എന്നുള്ള രീതിയിൽ ഇന്ത്യക്കകത്ത് നിൽക്കുന്ന എല്ലാവർക്കും താല്പര്യമുള്ള ഒരു നിലപാടാണ്. ആ നിലപാട് എടുത്തു പറയാൻ കരുത്ത് ഉള്ള ഒരാൾ പോലും ഈ പറയുന്ന മുരളീധരന്റെ രൂപത്തിലും രാജ്മോഹൻ ഉണ്ണിത്താന്റെ രൂപത്തിലും ഒന്നുമില്ല. കാരണം അവരുടെ നേതാവുണ്ടല്ലോ ഈ പറയുന്ന രാഹുൽ ഗാന്ധി, അദ്ദേഹം എടുത്ത നിലപാട് ഇന്ത്യക്കെതിരെയുള്ള നിലപാടാണ്, രാജ്യത്തിനെതിരെയുള്ള നിലപാടാണ്, പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള നിലപാടാണ്. യുദ്ധവിമാനങ്ങൾ വീണെന്ന് പറയുന്ന പാകിസ്ഥാന്റെ കൂടെ നിന്ന് അതിന്റെ എണ്ണം എടുക്കുന്നതിന്റെ മുമ്പിൽ നിൽക്കുന്ന നേതാവാണ്. അപ്പം അത് അങ്ങനെയല്ല എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരൻ, ഒരു രാജ്യസ്നേഹി, ആ രീതിയിൽ ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും. ഞാൻ ഈ പറഞ്ഞത് പൊളിറ്റിക്സ് ആണ്. അപ്പൊ ഇപ്പം കളിക്കുന്ന പൊളിറ്റിക്സ് ഒരു പക്ഷെ തരൂരിനെ പുറത്താക്കാൻ ആരാ എന്തോന്നൊക്കെ ചോദിച്ചില്ലേ, ഞങ്ങള് തിരുവനന്തപുരത്ത് കയറ്റത്തില്ലെന്ന് ചോദിച്ചില്ലേ, ചുണയുണ്ടെന്ന് പുറത്താക്കാൻ പറ. രാഹുൽ ഗാന്ധിക്ക് ചുണയുണ്ട്, ശശി തരൂരിനെ നടപടിയെടുക്കാൻ പറ. അതിന് പോലും കരുത്തില്ല കോൺഗ്രസിന്. നടപടിയെടുത്താൽ ലോകത്തുടനീളം ചർച്ചയാവും. കോൺഗ്രസിനകത്ത് ഒരു രാജ്യസ്നേഹി, ഒരു ദേശസ്നേഹി, ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചവനെ നടപടിയെടുക്കുന്ന രാജ്യവിരുദ്ധ പാർട്ടിയായിട്ട് കോൺഗ്രസ് മുദ്ര കുത്തപ്പെടും. അതുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്. മനസ്സിലായില്ലേ? അപ്പം ആ രീതിയിലേക്ക് അയാളാ പറയുന്നത് തിരുവനന്തപുരത്ത് ഞങ്ങൾ കയറ്റത്തില്ല, മുരളീധരൻ ഇനി കയറ്റത്തേ ഇല്ലെന്ന്. നമ്മുടെ ഈ പിള്ളേരുടെയൊക്കെ നീതിന്റെ കൊച്ചുവനോട് വന്നിട്ട് 2 പിള്ളേരെ
ഉണ്ടെങ്കിൽ ഒരാളെ കളിപ്പാട്ടം ഇരിക്കും മറ്റേ കൊടുക്കത്തില്ല എന്ന് പറയുന്ന നടക്കുക പുള്ളി കേട്ടത്തില്ല എന്തിരുന്നു മനസ്സിലായി എന്ന് പറഞ്ഞ നടക്കുള്ള കാര്യമൊന്നുമില്ല. ശശിധരനെ ഇയാള് കയറ്റി വന്നതല്ല. ഇയാളുടെ പാർട്ടിക്കകത്ത് അയാൾക്കിരിക്കാൻ യോഗ്യതയുള്ള ഒരു സീറ്റ് മാറ്റിയിട്ട് കൊടുക്കാൻ ഇല്ലാത്ത പാർട്ടിയാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനകത്ത് നിൽക്കുന്നത്. അയാൾ അതിനകത്ത് തന്നെ നിന്ന് അതിനകത്ത് നിന്ന് അതിനെ തേച്ച് വാരിക്കൊണ്ട് അയാൾ വരത്തുള്ളൂ. അതുകൊണ്ട് ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ. ഇപ്പം ഉപരാഷ്ട്രപതി ആക്കും എന്ന് എന്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ നാളെ കാലത്തെ ബി.ജെ.പിയുടെ തീരുമാനം മറിച്ചാണെങ്കിൽ അത് ഉപരാഷ്ട്രപതി ആവുമായിരിക്കും. അപ്പം നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷണത്തിൽ ഇപ്പൊ അദ്ദേഹത്തെ ഉപരാഷ്ട്രപതിയാക്കി കളയല്ലേ. നല്ലൊരു സാധനമാണ്. അതിനെ 2029 വരെ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് 2029 ഏതെങ്കിലും ഒരു ഉന്നത പദവി കൊടുത്ത് അലങ്കരിച്ച് അദ്ദേഹം ചെയ്തു തരുന്ന ഗുണത്തിന് ഒരു പ്രായശ്ചിത്തം എന്ന പോലെ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ ഉപരാഷ്ട്രപതി പദം വേറെ ആർക്കെങ്കിലും കൊടുക്കട്ടെ. ആ രീതിയിലേക്കുള്ള ഒരു തീരുമാനമായിരിക്കും ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാണ് എന്റെ ഒരു പഠനം അനുസരിച്ച് എനിക്ക് പറയാൻ സാധിക്കും. യെസ്, അങ്ങനെ ആവാനാണ് സാധ്യത. എന്തായാലും ശശി തരൂർ കോൺഗ്രസിനകത്താണെങ്കിലും അതിന്റെ ഗുണം മുഴുവൻ ലഭിക്കുന്നത് ബി.ജെ.പിക്കാണെന്ന കാര്യം വ്യക്തമാണ്. പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്നൊരു ഉപരാഷ്ട്രപതി പദവി കൊടുത്താൽ ആ ഗുണം ബി.ജെ.പിക്ക് തുടർന്നും ബി.ജെ.പി ആഗ്രഹിക്കുന്ന തരത്തിൽ ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ.